വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ദീപു ഫാമിലി വ്ളോഗ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആബറിസ്വത്തിലെ മനോഹരമായ ക്ലിഫ് റെയിൽവേയുടെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ന് നമ്മുടെ യാത്രയുടെ 2ാം ദിവസമാണ്. ഞങ്ങൾ സ്റ്റാർലിംഗ് ക്ലൗഡ് ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ് അവിടെ ഒരുക്കിയിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുട്ടികൾക്കൊരു ചെറിയ പ്ലേ ടൈമും കൊടുത്ത് നമ്മൾ നേരെ പോകുന്നത് ആബറിസ്വിത്ത് കാസിൽ കാണാനാണ്. ഞങ്ങളുടെ ഐറ്റിനറി പ്രകാരം ക്ലിഫ് റെയിൽവേ സന്ദർശിച്ചതിന് ശേഷം അന്ന് തന്നെ കാസിൽ കാണണമെന്നായിരുന്നു. നമ്മളതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തലേ ദിവസത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഒരു പക്ഷേ തലേ ദിവസം ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത്തരം ഭംഗിയുള്ള ഒരു കാഴ്ച എനിക്ക് പകർത്താൻ സാധിക്കില്ലായിരുന്നു. രാവിലെ പൊതുവെ കാറ്റ് കുറവാണല്ലോ. കടലിനോട് ചേർന്ന് കിടക്കുന്ന ആബറിസ്വിത്ത് കാസിലും വാർ മെമ്മോറിയൽ മോണുമെൻറ്റും എല്ലാം സന്ദർശിക്കണമെന്നത് ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഈ കാസിൽ പണികഴിപ്പിച്ചത് കിങ് എഡ്വാർഡ് 1 13ാം നൂറ്റാണ്ടിൽ വെൽഷ് ഭരണാധികാരികളെ തളയ്ക്കാൻ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച അയൺ റിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഇത്. പിന്നീട് ഒവൈൻ ഗ്ലിൻഡോറിൻ്റെ കലാപത്തിലും ഇംഗ്ലീഷ് സിവിൽ വാറിലും ഈ കോട്ടയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ചരിത്രത്തിൻ്റെ പല ഏടുകളിലെയും കടന്നുപോയ ഒരു ചരിത്ര സ്മാരകമാണിത്. ഈ കാണുന്നതാണ് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് ഓഫ് സെൻറ്റ് മൈക്കിൾസ് ആൻഡ് ഓൾ ഏഞ്ചൽസ് എന്നാണ് മുഴുവൻ പേര്. 1886-നും 1860-നും ഇടയിലാണ് ഇത് പണികഴിപ്പിച്ചത്. നമ്മളുടെ ഈ കാസിൽ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ അടുത്ത് ഏകദേശം 30 മീറ്റർ മാത്രം അകലെയാണ്. കാസിലിൻ്റെ കിഴക്കേ കവാടം വഴിയാണ് ഞാനിപ്പോൾ അകത്തേക്ക് കയറുന്നത്. ഇതിൽ കയറുന്നതിന് ടിക്കറ്റ് പാസ് ഒന്നും തന്നെയില്ല. ഇത് മുഴുവൻ സമയവും സഞ്ചാരികൾക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ഈ കോട്ട കാർഡിഗൻ ബേ, അതായത് ഐറിഷ് കടലിന് ചേർന്നുള്ള ഉൾക്കടലിൻ്റെ തീരത്ത് മനോഹരമായൊരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ആണുള്ളത്. നമുക്കറിയാം, ഈ ആബറിസ്വിത്ത് കോട്ട നൂറ്റാണ്ടുകളുടെ പഴക്കം പേറുന്നൊരു ചരിത്ര സ്മാരകമാണ്. 1277 നിർമ്മിച്ച ഈ കോട്ട ഇത്രയും നാളുകളായി സംരക്ഷിച്ചു പോരുന്നതിൽ വെൽഷ് ജനതയുടെ അഭിമാനം കാണാം. അവരുടെ ചരിത്രത്തോടുള്ള ആദരവാണ് ഈ കോട്ടയെ ഇന്നും നിലനിർത്തുന്നത്. നമ്മൾ ഈ നടന്നെടുക്കുന്നത് ഒരു മോണുമെൻറ്റിലേക്കാണ്. ആ കാണുന്ന മോണുമെൻ്റ് ചരിത്രത്തിലെ വിങ്ങുന്ന ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. യുദ്ധത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ പേറുന്ന ആ സ്മാരകം ധീര സൈനികരുടെ ബലിദാനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ കാസിലിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൺ റിംഗ് രീതിയാണ് അവലംബിച്ചത്. അയൺ റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിങ് എഡ്വാർഡ് ഫസ്റ്റ് വെൽഷ് പ്രഭുക്കന്മാരെ നിയന്ത്രിക്കാനും അവരുടെ പ്രദേശങ്ങൾ കീഴടക്കാനുമായി നോർത്ത് വെയിൽസിൽ നിർമ്മിച്ച ഒരു കൂട്ടം കോട്ടകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കോട്ടകൾ ഒരു വലയം പോലെ നിലകൊണ്ട് ആ പ്രദേശത്തിന് മേൽ പൂർണ്ണമായൊരു നിയന്ത്രണം സാധ്യമാക്കാൻ സഹായിക്കുന്നു. ഈ കാണുന്ന സ്മാരകം ഫസ്റ്റ് വേൾഡ് വാറിലെയും സെക്കൻഡ് വേൾഡ് വാറിലെയും ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാനായി നിർമ്മിച്ചതാണ്. ഇതിൻ്റെ മുകളിൽ വിജയം അടയാളപ്പെടുത്തുന്ന ഒരു ചിറകുള്ള ദേവതയുടെ പ്രതിമയും താഴെ മനുഷ്യത്വം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രതിമയും കാണാം. കോട്ടയുടെ ഘടനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഡയമണ്ട് രൂപത്തിലുള്ളൊരു കോട്ടയാണ്. ഇതിന് 4 കോണുകളിലുമായി ശക്തമായ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ഈ കാസ്റ്റിൽ റോയലിസ്റ്റുകളുടെ കൈവശമായിരുന്നു. പിന്നീട് ഇത് പിടിച്ചെടുത്ത് തകർത്ത് കളഞ്ഞു.
നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റോൺ ഏജിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഭാഗമാണ്. കാഴ്ചയിൽ ഇവ ശിലായുഗ സ്മാരകങ്ങളെ പോലെ തോന്നുമെങ്കിലും ഇവയെ ഗോൾഡ് സ്റ്റോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ പീരങ്കികൾക്കും പിന്നിലുമുണ്ടൊരു ചരിത്രം. ബ്രിട്ടനിലെ ആദ്യമായി പീരങ്കികൾ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഒന്നായി ഇത് കരുതപ്പെടുന്നു. പിന്നീട് ഹെൻറി അഞ്ചാമനായി മാറിയ പ്രിൻസ് ഹെൻറി കോട്ട തിരിച്ചു പിടിക്കാനായി ബ്രിസ്റ്റോളിൽ നിന്നും പീരങ്കികൾ കൊണ്ടുവന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു കോൺസെൻട്രിക് കാസിലാണ്, അതായത് പ്രതിരോധത്തിനു വേണ്ടി മതിലുകൾക്കുള്ളിൽ മതിലുകൾ പണിയുന്ന രീതി. ഇത് കടലിന് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് അന്നത്തെ കാലത്ത് സമുദ്രമാർഗമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഏറെ നടന്ന് ഈ കാസിലിൻ്റെ ചരിത്രവും സൗന്ദര്യവും ഞാൻ അനുഭവിച്ചറിഞ്ഞു. ചരിത്ര സ്മാരകങ്ങൾ ഇത്രയും ഭംഗിയായി സംരക്ഷിക്കുന്നതിൽ ഇംഗ്ലീഷുകാരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു വലിയ പങ്കുണ്ട്. ഈ കൃത്യതയും അച്ചടക്കവും നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. അങ്ങനെ നടന്ന് കാസ്റ്റലിൻ്റെ മറ്റൊരു വശത്ത് എത്തിയിരിക്കുകയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടിയതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാം.